ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ അതിർത്തിയിൽ ആക്രമണം ശക്തം. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 7 ജയ്ഷെ ഭീകരരെ വധിച്ച് സൈന്യം. അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പുലർച്ചെയും പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. അതിർത്തി പ്രദേശങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണം തടഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനം. ജമ്മുവിൽ ആശുപത്രിയിലെത്തി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. സംഘർഷ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് നിർണായക യോഗങ്ങൾ. പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനുള്ള സഹായം റദ്ദാക്കണമെന്ന് IMF-നോട് ആവശ്യപ്പെടും. ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തണമെന്നും ഇന്ത്യ. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകി ഇന്ത്യ. ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയതായി സൂചന. കറാച്ചി തുറമുഖത്ത് സ്ഫോടനം നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അറബിക്കടലിൽ സൈനിക വിന്യാസം നടത്തി നാവികസേന. INS വിക്രാന്തും INS വിശാഖപട്ടണവും ആക്രമണത്തിന് സജ്ജം. പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ആഭ്യന്തര കലാപം. രാജ്യത്തിനകത്ത് ആക്രമണം തുടർന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. ഒറ്റ നഗരമടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പിടിച്ചടക്കിയതായി അവകാശവാദം. ബലൂചിസ്ഥാനിലെ 6 ഇടങ്ങളിൽ IED സ്ഫോടനങ്ങൾ നടത്തി BLA. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇനിയുള്ള മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. തീരുമാനം ഇന്ത്യ-പാക് സംഘർഷ പശ്ചാത്തലത്തിൽ. കളിക്കാരുടെ സുരക്ഷ പ്രധാനമെന്ന് BCCI. പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ UAE-യിലേക്ക് മാറ്റി. SSLC പരീക്ഷാഫലം വൈകിട്ട് 3-ന് പ്രഖ്യാപിക്കും. ഫലം കാത്തിരിക്കുന്നത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ.